ഏവർക്കും എൻ്റെ വ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കണ്ണാൻ ഇനക്കായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജസ്ന സലീം, ഈ പെണ്ണ് കുറേ കാലമായി കേരളത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സമാധാന അന്തരീക്ഷം, അപ്പോൾ അവൾ വിചാരിച്ചാൽ തകർക്കാവുന്ന ഒരു സമാധാന അന്തരീക്ഷമാണോ യഥാർത്ഥത്തിൽ കേരളത്തിൽ നിലവിലുള്ളത്? ഒരിക്കലുമല്ല. പക്ഷേ നമ്മൾ എന്താ പറയുക, 1000 കോഴിക്ക് അര കാട മതി എന്ന് പറയുന്നത് പോലെ ഒരു വലിയ പാത്രത്തിലെ വെള്ളത്തിൽ ഒരു തുള്ളി വിഷമുറ്റിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ ഈ സ്ത്രീ പ്രവർത്തിക്കുന്ന ഇത് ഈ സമുദായത്തെയാണ് ബാധിക്കുന്നത്. അത് സ്റ്റാർട്ടിംഗ് ഇവിടെ ഹോസ്പിറ്റലിൽ വരുന്നത് 2900 കേട്ടോ. നാഷണൽ ഡയമണ്ട്സ് ആണ് നിങ്ങൾക്ക് ബൈബാക്ക് ഗ്യാരണ്ടികളൊക്കെ തരുന്നത്. 10,000 അടക്കണേ 95% എക്സ്ചേഞ്ച് വാല്യൂ 90% ക്യാഷ് 10,000 ആണ്. ഓൾറെഡി എന്നിട്ട് മാലയും ഇതെനിക്ക് പണി തരുന്നതാ, വേറൊന്നുമല്ല. അതുകൊണ്ടാണ് ലസിത പാലക്കൽ തുടങ്ങിയിട്ടുള്ള ഈ വർഗീയവാദികളായ സ്ത്രീകളും പുരുഷന്മാരും വ്യാപകമായിട്ട് മുസ്ലിങ്ങൾ ചാരപ്പണിയെടുത്ത് മുസ്ലിങ്ങളുടെ ഒരു ചാരവനിതയാണ് ഈ ഉഡായിപ്പുകാരി ജസ്ന എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങൾ ഇത്രയേറെ മന്ദന്മാരാണ് എന്നേർക്കും ഈ പെണ്ണിന് ആലോചിച്ച് ഓരോ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ മകനെ മദ്രസയിൽ പറഞ്ഞയച്ചു. അപ്പോൾ കണ്ണൻ്റെ ചിത്രം വരച്ച് വിൽക്കുന്നവളുടെ മകനാണ് എന്ന് അറിഞ്ഞപ്പോൾ ആ കുട്ടീനെ മൊയ്ലിയർ അടിക്കുകയാണ് എന്നൊക്കെ ഇവൾ വെറുതെ ഓരോ ഉഡായിപ്പ് പറയുക. മുസ്ലിയർക്ക് ഇവൾ കണ്ണനെ അല്ല പൊരിക്കിനെ വരച്ചാലും എന്ത് വരച്ചാലും എന്താണ് പ്രശ്നം? മദ്രസയിൽ ആ കൊടുക്കുന്ന ഫീസ് കൊടുക്കണം, ആ കുട്ടിക്ക് എല്ലാവർക്കും കൊടുക്കുന്നത് പോലെയുള്ള വിദ്യാഭ്യാസം കൊടുക്കും. ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. മാഷായാലും മൊയ്ലിയാരായാലും അതിനുള്ള ശിക്ഷണം എന്ന നിലയ്ക്ക് എന്തെങ്കിലും 2 അടി അടിക്കും. സാധാരണ രീതിയാണ്. പരിധി വിട്ട വികൃതി കാട്ടുന്ന കുട്ടികളോട് രക്ഷിതാക്കളെ കൂട്ടി വരണമെന്ന് പറയും. അത് സാധാരണയാണ്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായപ്പോൾ അത് പറഞ്ഞപ്പോൾ ഈ പെണ്ണ് പിന്നെ അതാകെ ഈ വീഡിയോയിൽ വന്നിട്ട് ഇത് കണ്ടില്ലേ, മുസ്ലിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്നത് മുഴുവനും എന്താണ്, ഈ വേണ്ടാത്ത കാര്യങ്ങളാണ്, ആക്രമണത്തെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കലാണ്, മറ്റു വൃത്തികേടുകളാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഉഡായിപ്പൊന്നും വേണ്ടത്ര ഫലം ചെയ്യാതെ വന്നപ്പോഴാണ് ഈ പെണ്ണ് ഈ ഗുരുവായൂർ അമ്പലത്തിൽ എനിക്ക് കണ്ണനോടുള്ള സ്നേഹം മൂത്തിട്ട് എന്ത് ചെയ്തു, ഇവൾ അവിടുത്തെ ഈ ചിത്രം വരച്ച് ആ പ്രതിമയുടെ അവിടെ എന്ത് ചെയ്തു, ഒരു കേക്ക് മുറിച്ചിട്ടൊക്കെ ഓരോ പരിപാടികളൊക്കെ ചെയ്തു. ആദ്യ കാലങ്ങളിലൊക്കെ ഇവരുടെ ചിത്രങ്ങൾക്ക് ആളുകൾ അറിയില്ലല്ലോ. ആളുകളൊക്കെ വലിയ വില കൊടുത്ത്, കാരണം അത്ര വില 40,000 30,000 ഉറുപ്പിക അവിടെ വലിയ ആളുകൾ വരുന്നവരാണ്. അഥവാ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള വലിയ സമ്പന്നന്മാരാണ് ഈ പറയുന്ന ഗുരുവായൂർ നടയിൽ തൊഴാൻ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കണ്ണനെ വരച്ച ഈ ചിത്രം കാണിച്ചുകൊണ്ട് ഇവൾ ഹിന്ദുക്കളുടെ രൂപത്തിൽ അവിടെ ഇങ്ങനെ ആറാടി നടക്കും. ഹിന്ദു അല്ല മുസ്ലിമും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ കണ്ണന് വേണ്ടി ഇങ്ങനെ ത്യാഗം ചെയ്യുന്ന ഒരു മുസ്ലിം നാമധാരിയായ മുസ്ലിം സമുദായത്തിലെ ഒരു പെണ്ണ് വന്നിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് എന്തു ചെയ്യും? ആ പണം വാങ്ങുകയായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. പിന്നീട് അവർക്ക് തിരിഞ്ഞ് ഇത് തികച്ചും ഒരു ഉഡായിപ്പ് പെണ്ണാണെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇവൾക്ക് എന്തെങ്കിലും ഒരു മാന്യത ഒരു ഹിന്ദു അംഗീകരിക്കാൻ പറ്റില്ല, ഒരു മുസ്ലിം അംഗീകരിക്കാൻ പറ്റില്ല, ഒരു ക്രിസ്ത്യാനി അംഗീകരിക്കാൻ, ഒരു ചാരിത്ര ശുദ്ധിയോ ഒരു സ്ത്രീ എന്ന് പോലും അവളെക്കുറിച്ച് പറയാൻ പറ്റില്ല. എങ്ങനെ എന്തെങ്കിലും ഒരു ജീവജാലങ്ങൾക്ക് പോലും ഉണ്ടാകുന്ന, അഥവാ മൃഗങ്ങൾക്ക് പോലും ഉണ്ടാകുന്ന ഒരു അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ടാകുമല്ലോ, അതുപോലും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ജസ്ന എന്ന് പറയുന്ന ഈ സ്ത്രീ. ജസ്ന സലീം എന്നാണ് ഇവളെക്കുറിച്ച് പറയുന്നത്. ആ സലീം എന്നോ അവളെ ഇട്ടിട്ട് പോയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ആ സലീമും അവളുമായിട്ട് കണക്ഷൻ ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ ഏതോ ഒരു അരുൺ എന്ന് പേരായിട്ടുള്ള അവനുമായിട്ട് ഇങ്ങനെ കണക്ഷനും ഇങ്ങനെ എന്താ പറയുക ആലിങ്ങനെ ബദ്ധരായി എപ്പോഴും, അഥവാ വളരെ വൾഗറായിക്കൊണ്ടുള്ള ലജ്ജാകരമായിട്ട് അവർ ഇരുവരും എന്താ പറയുക എൻ്റെ സഹോദരനാണ് എന്ന് പറയും. നമ്മൾക്ക് സാധാരണ വീടുകളിലൊക്കെ നമ്മൾക്ക് സഹോദരിയും സഹോദരന്മാരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ ഏകദേശം ഒരു 10 വയസ്സ് പ്രായം വരെയുള്ള ചെറിയ കുട്ടികളാണെങ്കിലും ഓക്കെ അവരൊക്കെ ഒന്നിച്ചിരുന്ന് കളിക്കുകയും തമാശ പറയുകയും കൊത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്യും. കേവലം ഒരു 25-20 വയസ്സ്
പിന്നിട്ടിട്ടുള്ള ഒരു 30-35 വയസ്സായിട്ടുള്ള ഈ അരുണും ഈ ജസ്നയും തമ്മിൽ ഈ 8-7 വയസ്സായിട്ടുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും കൊത്തിപ്പിടിക്കുന്നത് പോലെ പരസ്പരം ആലിംഗനബദ്ധരായിട്ട് അവരിങ്ങനെ പലതും പറയുന്നതും കാട്ടുന്നതും ഒക്കെ ആ ചേഷ്ടകൾ മുഴുവൻ നമ്മൾ ലോകം മുഴുവൻ കാണുകയാണ്. അത് മുഴുവനും അവരെന്ത് ചെയ്യുന്നു, അവർ ടെലികാസ്റ്റ് ചെയ്ത് വീഡിയോയിലൂടെ ഇട്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ അത് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ പെണ്ണ് യഥാർത്ഥത്തിൽ ആത്മഹത്യയെ സംബന്ധിച്ച് ചിന്തിക്കുന്നു. ഞാനിനി ജീവിക്കുന്നില്ല. നോക്കണം എന്താ സംഭവം ഉണ്ടായത്. ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം ഉണ്ടായത് എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ഈ അരുണിന് ഒരു ജീവിതം വേണമെന്ന് അരുണിൻ്റെ വീട്ടുകാർ തീരുമാനിക്കുന്നു. കാരണം അതങ്ങനെ തന്നെയല്ലേ, അരുണിൻ്റെ മാതാപിതാക്കൾക്കും ബന്ധപ്പെട്ടവർക്കുമല്ലേ അരുണിന് ഒരു ഭാര്യ വേണം, കുട്ടികൾ വേണം, കുടുംബം വേണം അല്ലേ. ആദ്യകാലത്ത് 25-30-35 വയസ്സ് വരെ ഒന്നും ചിന്തിക്കാതെ പോകുന്ന ഒട്ടനേകം പുരുഷന്മാർ ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും ഒക്കെ ഉണ്ട്. പക്ഷേ 10-15 വയസ്സായ അവർക്ക് ഇവരെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിപ്പിക്കണം, ഒരു കുടുംബം വേണം, ഞങ്ങൾക്കൊരു മരുമകൾ വരണം, പേരക്കുട്ടികൾ വരണം എന്ന ആഗ്രഹമുണ്ടാകും. അങ്ങനെ ഇപ്പം ഈ അരുണിൻ്റെ മാതാപിതാക്കൾ എന്ത് ചെയ്തിരിക്കുന്നു, ഈ അരുണിന് ഒരു വിവാഹ നിശ്ചയം നടന്നിരിക്കുന്നു. അപ്പോൾ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു വിവാഹം നടക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനെ തുടർന്ന് ഈ അരുണ് ഇപ്പോൾ ജസ്നയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ആ പഴയ പടിയില്ല. അങ്ങനെയാണ് കൂടുതൽ പ്രശ്നങ്ങളായി. ഇപ്പോൾ എന്താ ചെയ്യുന്നത്, അങ്ങനെ അരുണിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സ്വർണ്ണ ആഭരണം എടുക്കാനാണോ ഇനി താലി ചെയിൻ എടുക്കാനാണോ അത് അറിഞ്ഞുകൂടാ. ജ്വല്ലറിയിൽ വന്നപ്പോൾ ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനോടെന്ന പോലെ പെരുമാറുന്ന ഒരു ദൃശ്യമുണ്ട്. ആ ദൃശ്യമാണ് ഞാൻ ആദ്യം വെച്ചത്, നിങ്ങൾ കണ്ടില്ലേ. ആദ്യം വെച്ച ആ ദൃശ്യം അവൾ സ്വന്തം ഭർത്താവിനോടെന്ന പോലെ ആ ജ്വല്ലറിയിൽ കിടന്ന് ഇങ്ങനെ കെട്ടിമറിയുന്ന ആ രംഗം കണ്ട് ആ ജ്വല്ലറിക്കാർ എന്തൊക്കെയോ അവരോട് പറയുന്നുണ്ട്. ആ രംഗമാണ് ഞാൻ ആദ്യം കാണിച്ചത്. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഈ സംഗതി ഉറച്ചിരിക്കുന്നു. ഇനി എന്ത് തന്നെയായാലും അരുണിനെ തനിക്ക് കൈവിട്ടു പോയിരിക്കുന്നു, കൈവിട്ടു പോകുമെന്ന ഒരു ഉറച്ച വിശ്വാസം. ആ ഉറച്ച വിശ്വാസം വന്നിരിക്കയാൽ ഇപ്പോൾ അരുൺ ഇവളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ സ്ത്രീയൊക്കെ എന്താ ചെയ്യുക, എന്തും ചെയ്യും. കാരണം അവളുടെ ആ മതാലസ മാതിരിയുള്ള അവളുടെ ആ വാക്കുകൾ കേട്ടാൽ, ഓരോരുത്തരോടും സംസാരിച്ചാൽ അവർ ഓരോരുത്തർക്കും തോന്നിപ്പോകും, ഈ സ്ത്രീ എന്നോട് അത്രമാത്രമാണ് സ്നേഹമല്ലോ, എന്നോട് അത്രമാത്രമാണ് പ്രിയം, എന്നോടാണ് സ്ത്രീക്ക് പ്രിയം എന്ന് ഓരോരുത്തരോടും. അഥവാ ഓരോ ചേക്കോഴി അതാണ് ഓരോ ചേക്കോഴിക്കും വഴങ്ങിക്കൊടുക്കുന്ന ഒരു പെടക്കോഴിയെ പോലെ സ്വാഭാവികമായിട്ടും ആ പെടക്കോഴിക്ക് എന്താ തോന്നുന്നത്, ഈ ചേക്കോഴിക്ക് തോന്നിപ്പോകും ഈ പെടക്കോഴി എനിക്ക് മാത്രമുള്ളതാണ്, എനിക്ക് സ്വന്തമായിട്ടുള്ളതാണ്, അതിനാണ് എനിക്ക് കീഴ്പ്പെട്ട് തരുന്നത് എന്ന്. അതേ രീതിയിൽ ഏത് പുരുഷനോടും ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ നേരെ ചൊവ്വേ ആ സ്ത്രീയോട് ഒന്നും സംസാരിക്കാൻ കഴിയില്ല. തികഞ്ഞ അണിട്രാപ്പുകാരിയും ഉടായിപ്പുകാരിയുമാണ് എന്ന് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ ലസിത പാലക്കൽ വരെ അവൾക്കെതിരെ വർത്താനം പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കീലാണ് എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ അരുണും എന്നെ ഇങ്ങനെ സോപ്പിട്ട് കാലാകാലം. കാരണം നല്ല ഒരു ഫലവൃക്ഷമാണ് അരുൺ, നല്ല ഒരു ഡ്രൈവറാണ്, കരുത്തുള്ള ഒരു ട്രെയിനിങ് ഉള്ള സുപരിചിതനായ ഒരു ഡ്രൈവറാണ്. ആ ഡ്രൈവർക്ക് നല്ല ശമ്പളം കിട്ടും. അപ്പോൾ അത് മുഴുവനും ഇവള് പോകലിലാക്കി കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോഴാണ് ഇവർക്ക് കല്യാണം നടക്കുന്നു എന്ന് കണ്ടതോടുകൂടെ ഇവർ വേറെ രീതിയിലേക്ക് കോലം കെട്ട് അലങ്കോലമായി ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നു എന്ന ഒരവസ്ഥ സ്വാഭാവികമായിട്ട് അവൾ കാണാൻ പോലും കിട്ടുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. പക്ഷെ ഭയങ്കര ജാടയപ്പ അവനെ വീട്ടിൽ കൊണ്ടുവച്ചതാ. അരുടിന്റെ വെഡിങ് ഉണ്ട് എന്ന് വെച്ചാല് നെക്സ്റ്റ് സൺഡേ എല്ലാരും വരരുത് എന്ന് പറയാൻ. അപ്പൊ എന്താ ഭാഗ്യത്തിന് ഒന്നുകിൽ ഷാനു, അല്ല എന്റെ വാപ്പ, അല്ല എന്റെ അരുണ്, ഇവര് 3 പേര് എന്റെ കൂടെ പോരുക. പല കാട്ടിക്കൂട്ടലുകളും കാട്ടിക്കൂട്ടുന്നുണ്ട്. അതാണ് നിങ്ങൾ കണ്ടത്. ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള ഉടായ്പകൾ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഈ കേരളീയർക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇവള് ഒരു മുസ്ലിമിൻ്റെയും ആളല്ല. മുസ്ലിമിനെ അവളെ വേണ്ട. ലസിത പാലക്കൽ ഞങ്ങളിത് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും അവളെ ഉപയോഗപ്പെടുത്താൻ നടക്കുക. അത്ര മാത്രം ഒരു തരംതാണ് സ്ത്രീയെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ മതത്തിന് എന്തു നേട്ടമാണ് ലസിത? ഞങ്ങൾ ഒരിക്കലും അവളെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇനി നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ. ഞങ്ങൾക്ക് എന്താണ് തടസ്സമുള്ളത്? നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ പറയുന്നതല്ലേ. അതായത് അവൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് കോഴിമുട്ട ചേർത്തിട്ടുള്ള കേക്ക് മുറിച്ച് പലതും ചെയ്തപ്പോഴാണ് അവളുടെ ഉടായ്പ പുറത്തു വന്നത്. കാരണം ഗുരുവായൂരപ്പ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യത്തിലൊന്നും തന്നെ ഈ മാംസബുക്ക്, മുട്ട തുടങ്ങിയിട്ടുള്ള ഇറച്ചി, മീനൊന്നും പറ്റില്ല. അപ്പോൾ ഈ മുട ചേർത്ത കേക്കാണ് ഗുരുവായൂരപ്പൻ്റെ പേരിൽ മുറിച്ച് അവളവിടെ
വിൽപ്പന ചെയ്ത് അഥവാ ആളുകൾക്കൊക്കെ വെറുതെ വായൽ കൊണ്ടിട്ട് കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾ അവിടെ ഒരു വർഗീയത ഉണ്ടാക്കി തന്നെയാണ് സത്യത്തിലുണ്ടാക്കിയത്. പക്ഷേ ആളുകൾ വിചാരിച്ചിരുന്നത് ഏതോ മുസ്ലിങ്ങൾ ഇവളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ കണ്ണനെ അപമാനിക്കാനുള്ള ശ്രമം നടത്തിയതാണ് എന്നൊക്കെ വെറുതെ എങ്കിലും കുറേ ഈ ലസിത പാലക്കലിനെ പോലെ വി.കെ. ബൈജുവിനെ പോലെയുള്ള ആളുകൾ പറയുന്നു തുടങ്ങിയത്. ഇവൾ എന്തിനാണ് മുസ്ലിം സമൂഹത്തിന് കേവലം ഒരു ഭാരം എന്നല്ലാതെ ഇവളൊക്കെ ഒഴിഞ്ഞു പോയാൽ, അതുപോലെ തന്നെ ഈ ഒട്ടനേക ജാമ്യത ഒഴിഞ്ഞു പോയാലും ഈ ആരിഫ് ഒഴിഞ്ഞു പാടു ജാഹിലുകൾ ഒഴിഞ്ഞു പോയാൽ ഈ മതത്തിൽ ഏറ്റവും നല്ല സന്തോഷമല്ലേ? ആരും ആവശ്യമില്ലല്ലോ ഈ മതത്തിൽ, അങ്ങനെ ഒരു നിർദ്ദേശമേ ഈ മതത്തിൽ. നിങ്ങളെല്ലാവരും എന്ത് വന്നാലും ഈ മതത്തിൽ പിടിച്ചു നിൽക്കണം കേട്ടോ എന്ന് പ്രവാചകനോ അല്ലെങ്കിൽ ആ പ്രവാചകനെ നിയോഗിച്ച സൃഷ്ടാവോ ഒന്നും പറയുന്നില്ല. ഒരിക്കലും അവരെ നമ്മൾക്ക് വേണ്ടതാനും എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.